പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും സമാധാനപരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും ചുറ്റുപാടുകളിലും എപ്പോഴും സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ അനേകർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കിവിടെ സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും രാഷ്ട്രീയവും നിയമവും കാലാവസ്ഥയും ഈ ഏരിയയിലെ മതവിശ്വാസങ്ങളും പരസ്പരം കലഹിച്ചും തല്ലിയും കൊന്നും ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിലെ വിഭിന്ന ജനവിഭാഗങ്ങളും കള്ളസഹോദരങ്ങളും കപട ശിഷ്യന്മാരും രോഗങ്ങളും ഒന്ന് ഒഴിയും മുൻപ് മറ്റൊന്നായി എപ്പോഴും അസമാധാനപരമായ ചുറ്റുപാടുകളാണല്ലോ. നിങ്ങൾക്ക് ശരിക്കും സമാധാനം വേണമെന്ന് തോന്നാറില്ലേ? അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ ഈ ചോദ്യത്തിന് ഞങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഞങ്ങളുടെ മുമ്പിൽ ധാരാളം ചലഞ്ചേഴ്സുകളുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം. ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിശ്ചയമായി വിടുതൽ ലഭിക്കും. അത് വന്നിരിക്കുന്നത് ശാന്തമാകുവാൻ വേണ്ടി തന്നെയാണ്. അത് ഞങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി തന്നെ മാറിപ്പോകുന്നു. അത് എങ്ങനെ മാറിപ്പോകും എന്നത് ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾക്കും മനസ്സിലാകാറില്ല. എന്നാൽ ആ കൊടുങ്കാറ്റുകൾ കർത്താവ് എപ്രകാരമാണ് ശാന്തമാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കർത്താവെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ എന്ന്. എന്നാൽ ഈ സമാധാന പ്രാർത്ഥനയിൽ ഇന്ന് നമ്മെ ഒരു വ്യക്തിയോ വസ്തുവോ പ്രവൃത്തിയോ ശല്യപ്പെടുത്തരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയും ആഗ്രഹവും. പക്ഷെ സത്യത്തിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ അസ്വസ്ഥരാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഉത്കണ്ഠയും ദേഷ്യവും അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. ജീവിതത്തിൽ നന്മ സംഭവിക്കുമ്പോഴും തിന്മ സംഭവിക്കുമ്പോഴും ആളുകൾക്ക് നമ്മെ ബുദ്ധിമുട്ടിക്കുവാൻ കഴിയുന്നു, മാനസികമായി തളർത്തുവാൻ കഴിയുന്നു. അതല്ല എങ്കിൽ അപ്രതീക്ഷിതമായ ബില്ലുകൾ വരുന്നു, ഇമ്പോർട്ടന്റ് ഡാറ്റകൾ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നു. പെട്ടെന്നൊരു സുഹൃത്ത്, ഒരു ബന്ധു അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ പരുഷമായി പെരുമാറുന്നു, തുടങ്ങിയവ തുടർന്നും സംഭവിക്കും. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസി, ഒരു ദൈവ പൈതൽ വിശ്വാസ ജീവിതം നയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, സാക്ഷിയാകുവാൻ, ഭവനത്തിൽ സമാധാനത്തിന്റെ പുത്രന്മാരാകുവാൻ തന്റേതായ എല്ലാ സാഹചര്യങ്ങളും ശാന്തമാകുന്നത് വരെ കാത്തിരുന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. ഇവിടെ കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും ഒരിക്കലും നമ്മെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന വാഗ്ദാനം അല്ല, കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും നാം നേരിടേണ്ടി വരികയില്ല എന്ന് അല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ ആജ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും നടുവിലും ഒരു ദൈവ പൈതലിന് സമാധാനം നൽകും എന്നാണ്. അതിനെ ബുദ്ധിക്കതീതമായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത സമാധാനം എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും നിശ്ചയമായി നമുക്ക് സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയുമെന്നതാണ്. ഇത് ഞങ്ങളുടെ ഇന്നത്തെ സാക്ഷ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ട് നല്ലതല്ലാതിരുന്നാലും, പ്രൊമോഷൻ ലഭിച്ചില്ല എങ്കിലും, ഒരു സഹപ്രവർത്തകൻ നമ്മോട് പരുഷമായി പെരുമാറിയാലും നാം പതറിപ്പോവുകയില്ല എന്നതാണ് സത്യം. കാരണം എല്ലാ ധാരണകളെയും മറികടക്കുന്ന ഒരു ദൈവിക സമാധാനം നമ്മുടെ അകത്ത് മനുഷ്യനിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ സത്യത്തിൽ ഈ അനുഭവം ലഭ്യമായിട്ടില്ലാത്തവർക്ക് ഞങ്ങളുടെ ഈ സാക്ഷ്യം മനസ്സിലാവുകയുമില്ല. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-27 വചനത്തിൽ കർത്താവായ യേശു പറഞ്ഞു: എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടരുത്. ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തിലെ സംഘർഷം, ഉത്കണ്ഠ, അസ്വസ്ഥത എന്നിവയെല്ലാം തുടർന്നുകൊണ്ട് തന്നെയിരിക്കും. അസ്വസ്ഥതകൾക്ക് കാരണമാകുന്ന നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായും വരും. അവ അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാ അസമാധാനപരമായ സാഹചര്യങ്ങളിലും തന്റെ സമാധാനം നമുക്ക് നൽകുമെന്ന് കർത്താവായ യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-6 വചനത്തിൽ പ്രവാചകനിലൂടെ പിതാവായ ദൈവം യേശു കർത്താവിനെ സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നറിയിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ തന്റെ സമാധാനത്താൽ നമ്മെ നിറയ്ക്കുകയും ഒപ്പം ദൈവം നമ്മുടെ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ.
സത്യത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലും നിരന്തരം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നിരന്തരം പുതിയ നിയമങ്ങൾ നിർമ്മിച്ച് ഞങ്ങളുടെ വാക്കുകളിൽ നിന്നെങ്കിലും ഞങ്ങളെ കുരുക്കുവാൻ സഭാരാധനകളിൽ ശ്രദ്ധയോടെ ഇരിക്കുന്ന നിയമപാലകർ, അവർക്ക് മുൻപിൽ സിംഹത്തിന്റെ ഗുഹയിൽ സമാധാനമായിരുന്ന ദാനിയേൽ പ്രവാചകനെ ഓർപ്പിക്കും പോലെയാണ് ഇവിടുത്തെ സ്റ്റേജുകളിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. എന്നാലും എല്ലാവരും സമാധാനമായിരിക്കുന്നു. എന്നാൽ ഈ സമാധാനം സത്യത്തിൽ ഞങ്ങളുടെ പ്രയത്നത്താൽ നേടിയെടുത്തതല്ല, കർത്താവ് കൃപയാൽ നൽകിയിരിക്കുന്നു. അത്രമാത്രമേ പറയുവാൻ കഴിയൂ. അമേൻ, ഹല്ലേലൂയ. അത് സംരക്ഷിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങളിലെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും സഭാവിശ്വാസികളിലേക്കും വ്യാപിക്കുന്നു. ആയതിനാൽ എല്ലാവരും സമാധാനമായിരിക്കുന്നു, ഭയപ്പെടാതിരിക്കുന്നു. സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാലോചിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 6-ാം വചനം ഇപ്രകാരം പറയുന്നു: അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഞങ്ങളുടെ ഈ സഭയിൽ ഈ വചനം ഫുൾഫിൽ ആകുന്നു എന്ന് മാത്രമേ വിശ്വസിക്കുവാൻ കഴിയൂ. പ്രിയമുള്ളവരെ, നമ്മൾ വിഷമിക്കേണ്ടവരോ അസ്വസ്ഥരാകേണ്ടവരോ സമ്മർദ്ദത്തിലാകേണ്ടവരോ അല്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാം വചനം പറയുന്ന പ്രകാരം സത്യത്തിൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ പരിമിതപ്പെടുത്തുന്ന ഉത്കണ്ഠ, ദുഃഖം, കുറ്റബോധം, നിരാശ എന്നിവയെല്ലാം യേശു കർത്താവ് ക്രൂശിൽ വഹിച്ചു എന്നതിനാൽ നന്ദി പറയുവാനായും നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കർത്താവിന്റെ ദിവ്യ സംരക്ഷണയിൽ ഏൽപ്പിക്കുവാനായും പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന യേശുവിന്റെ സമാധാനം നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ. ആമേൻ.